ഫ്രണ്ട്സ്, നമ്മുടെ മഹാശിവരാത്രിക്ക് വേണ്ടി ആലുവ മണപ്പുറം ഒരുങ്ങിക്കൊണ്ടിരിക്കട്ടാ. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. നിങ്ങൾ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണണേ. നമ്മുടെ ബലിതർപ്പണ പുരകളൊക്കെ അവിടെ മൊത്തം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ആലുവ പാലസിൻ്റെ സൈഡിൽ കൂടെ നമ്മുടെ അമ്പലത്തിലേക്ക് വരണ പാലോട്ടോ. ഈ പാലം ഇറങ്ങി വരുമ്പോൾ രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ ബലിതർപ്പണത്തിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തേക്കണം. നമ്മുടെ ബലിതർപ്പണത്തിന് വേണ്ട തോർത്തുകളും ഒക്കെ ഇവിടെ റെഡിയാണ്. മൊത്തം സജ്ജീകരണങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ പലതരം വെറൈറ്റി രാജസ്ഥാനി കളക്ഷൻസ് മാലയും വളയും കമ്മലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മണപ്പുറത്തേക്ക് കയറി വെക്കാം. നമ്മളിത് ശിവരാത്രിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളാട്ടി കാണിക്കണേ. എന്തൊക്കെയാണ് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളെന്ന് ഫുൾ കണ്ടിട്ട് വരാം. ഇവിടെ നമ്മുടെ കുഞ്ഞു പിള്ളേർക്കുള്ള ടോയ്സും ബലൂൺസും ഒക്കെ ഉണ്ട്. അകത്ത് നമുക്ക് പറ്റിയ കമ്മല്, മാല, പൊട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉത്സവമായി കഴിഞ്ഞാൽ മെയിനാണ്. പിള്ളേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ കയ്യിലെ പൈസ വേണം, വഴി അറിയില്ല. പിള്ളേരെന്ന് മാത്രല്ല, പിന്നെ അതെ നമുക്കിവിടെ പൊടി, നല്ല രീതിക്ക് പൊടി ഉണ്ടാവണോണ്ട് നമ്മളിവിടെ മാറ്റൊക്കെ വിരിച്ച് സെറ്റ് ആക്കണം. നമ്മളല്ല, അവര് പണിയെടുക്കണ്ട് നമുക്ക് വേണ്ടി. മാറ്റൊക്കെ വിരിച്ച് ഫുൾ സെറ്റ് ആക്കി തന്നെ ഉണ്ടേ. പൊടി പറഞ്ഞ ചവിട്ടാൻ പണ്ട് പൊടി വെച്ചാ ചവിട്ടുണ്ടോ. നമ്മുടെ ബജ്ജികളിൽ കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ള സാധനങ്ങളൊക്കെ ഒന്നുണ്ട് കേട്ടോ. ഡൽഹി അപ്പം, ചില്ലി ബജ്ജി, എഗ് ബോണ്ട, ബ്രെഡ് ബജ്ജി, ബനാന ബജ്ജി, അതുപോലെ ഈ വട്ടം എഗ് നൂഡിൽസ്, ചിക്കൻ നൂഡിൽസ്, ചിക്കൻ റൈസ്, ഇതൊക്കെ ഉണ്ടേ. കഴിഞ്ഞ വർഷം ഇതൊന്നും ഉണ്ടായില്ല. ഈ വട്ടം വെറൈറ്റി ആയിട്ട് ഒരു നൂഡിൽസും അതുപോലെ വെജ് റൈസ്, ചിക്കൻ റൈസ് ഒക്കെ ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള റൈഡ്സ് കേട്ടോ. ഇവിടെ നമ്മുടെ ആകാശൂനാല് ഞാൻ എത്ര നാളായിട്ട് ഈ സന്ധ്യ കയറിയുള്ള, പക്ഷെ ഈ പ്രാവശ്യം ഞാൻ എന്താണെങ്കിലും കയറും എന്ന് പറഞ്ഞിട്ടിരിക്കണേ. ഇവിടെ അതുപോലെ തന്നെ കുറെ റൈഡുകൾ ഉണ്ട്. പുതിയതായിട്ട് റൈഡുകൾ വന്നുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ. ഇവിടെ മറ്റേ സല്ല മറ്റേ മഞ്ചിരിങ്ങനെ ഇവിടെ ഇതുപോലെ കുറെ കടകളുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വന്നുള്ളേ. ഓണത്തിന്റെ ഇടക്ക് പുട്ട് കച്ചവടം എന്ന് പറയണ പോലെയാണ് അമ്മേന്റെ കാര്യം. 5 മൈപ്പിയിലേക്ക് അവർ 50 രൂപ പറഞ്ഞു. ഇവിടെ 6 50 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഞങ്ങൾ ആലുവക്കാർക്ക് ഈ ഒരു മാസം മൊത്തം ചിലവായിരിക്കും. അതിന്റെ മുന്നോടിയായിട്ട് അമ്മ മൈപ്പിയിൽ വാങ്ങിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
ഇതൊക്കെ നമുക്ക് ആ ഒരു രാത്രി ലൈറ്റിങ്ങിൽ കണ്ടാലേ നമുക്ക് ഒരു ശിവരാത്രി വൈബ് കിട്ടുള്ളൂ കേട്ടോ. ഇതിനായിട്ട് നമ്മൾ ശിവരാത്രി സ്പെഷ്യൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെല്ലാവരും കാണണേ. ഇതിന്റെ ഒരു കാലിന്റെ അത്ര പോലും ഇല്ല എനിക്ക് ഹൈറ്റ്. ക്യാമറയിൽ ഒതുങ്ങുന്നത് വാ വിളിച്ചിക്കണേ വലിയ കുറില്ല. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടൊരു ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. ഇതെന്താണ് സംഭവം നമുക്കറിയില്ല. നമുക്ക് കയറിയിട്ടുള്ള വീഡിയോ ഒക്കെ എന്താണെങ്കിലും വന്നെ അയക്കുവേ. ഇവിടെ നമ്മുടെ എല്ലാതരം സേഫ്റ്റിക്കും വേണ്ടി കേരള പോലീസ് ഫുൾ അലേർട്ടാണ് കേട്ടോ. പിന്നെ ശിവരാത്രിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.